ക്ലയന്റ് ആദ്യമായിട്ട് വിളിക്കുന്നത് വർക്ക് ഏരിയ ആയിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. വിക്കർ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഹെവി ബാസ്ക്കറ്റ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്രോക്കറി ഷെൽഫാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ശ്രീകാര്യത്താണ്. ഈ കിച്ചണിന്റെ വീഡിയോ നേരത്തെ ഞങ്ങളുടെ യൂട്യൂബിൽ വഴി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആ വർക്കിനെ കുറിച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നിൽക്കുന്നത് വർക്ക് ഏരിയ ആണ്. ക്ലയന്റ് ആദ്യമായിട്ട് വിളിക്കുന്നത് വർക്ക് ഏരിയ ആയിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. വർക്ക് ഏരിയ പണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം ഇതിൽ നിന്ന് അത് താന്നു പോയായിരുന്നു. അതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് താന്നു പോയായിരുന്നു. ഇപ്പം ഞങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്ത് ഈ റൂഫിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി എൻറ്റയർ വാളും നമ്മളെല്ലാം ഡിമോളിഷ് ചെയ്ത് ഫൗണ്ടേഷൻ എല്ലാം മാറ്റി പുതിയ ഫൗണ്ടേഷൻ പില്ലറൊക്കെ ഫുട്ടിംഗ് പില്ലറൊക്കെ ഫിക്സ് ചെയ്ത് ബ്രിക്ക് വർക്കൊക്കെ ചെയ്ത് നീറ്റായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെയും ഒരു പുതിയ ക്യാബിനറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊരു വിക്കർ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിക്കർ ബാസ്ക്കറ്റിൽ മാക്സിമം നമുക്ക് ബനാന, ഓണിയൻ, പൊട്ടാറ്റോ ഇതെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ട് ഇത് പെട്ടെന്ന് ചീത്തയാവത്തുമില്ല. മെയിൻ കിച്ചണിനെയും കാട്ടിയും ഒരു വലിയ സിങ്കാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് വാട്ടറും ഉണ്ട്, വെൽ വാട്ടറും ഉണ്ട്. വർക്ക് ഏരിയയിൽ നേരത്തെ കാട്ടിയും കസ്റ്റമറിന് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ GTPT കൊടുത്ത് നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് വാഷ് ചെയ്യാൻ വിചാരിച്ചു. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ് വാഷ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്കിത് ഈ ട്രേയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് തുടയ്ക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഈ ഡ്രെയിനിൽ വന്ന് വീണുകൊണ്ടിരിക്കും. ഈ ഡ്രെയിനിൽ വീണ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രേ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതിയാവും. അതൊരു 1-2 ദിവസത്തിനകത്ത് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ സിങ്കിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഈ GTPT പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീട് കൺസ്ട്രക്ഷന് ശേഷം ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു വർക്ക് ഏരിയ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പ്രോബ്ലംസ് വരും. വർക്ക് ഏരിയയ്ക്ക് ഞാൻ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ ഒരു വാഷിംഗ് മെഷീനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അതിനുള്ള ഡിറ്റർജൻ്റ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം വർക്ക് ഏരിയയിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. റെഫ്രിജറേറ്ററിൻ്റെ ഏരിയയാണ്. ഇവിടെ നമുക്ക് റെഫ്രിജറേറ്റർ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കുറച്ചുകൂടെ ഫ്രീ ആവും. നമ്മളിവിടെ ഒരു സ്റ്റീൽ ഡോറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ തന്നെ മേക്കാണ്. താഴെ കംപ്ലീറ്റ് ഷീറ്റും ഫിക്സ് ചെയ്ത് മേളിൽ മെഷ് വെച്ചാണ് ഫിക്സ് ചെയ്തത്. മോസ്കിറ്റോ നെറ്റ് ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്. പകൽ സമയത്ത് ആ ഡോറെല്ലാം തുറന്നിട്ടാൽ തന്നെയും നല്ല കാറ്റ് വരും. ഇതിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ ഞങ്ങൾ പുറത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും കോപ്പർ ലൈൻ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടർ ഞങ്ങൾ കിച്ചൻ്റെ അകത്തല്ല കൊടുത്തിരിക്കുന്നത്, പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അതിനെല്ലാം മാറ്റി ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഗുഡ് ക്വാളിറ്റി മോഡുലാർ കിച്ചനാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ഹൈറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കിച്ചൻ്റെ ഹൈറ്റ് ഈ ഗ്രാനൈറ്റ് ടോപ്പ് ലെവൽ വരെ 90 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിൽ താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. ചില വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ചില ഹോബ് ഗ്രാനൈറ്റ് ടോപ്പിലാണ് വെക്കുന്നത്. ഗ്രാനൈറ്റ് ടോപ്പിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം 85 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി കിച്ചണിൻ്റെ. ഹോബ് കട്ട് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ 85ഉം ഹോബ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 90 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് 90 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഹോബ് കട്ട് ചെയ്ത് തന്നെ വെക്കണം. 90 സെൻറ്റിമീറ്റർ നമ്മൾ മോഡുലാർ കിച്ചൺ മേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ സ്റ്റൗവും ടോപ്പിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ വരാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പം ചിലപ്പം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 ഹെവി ബാസ്ക്കറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ 2 സ്ലൈഡറും ഗ്രേ കളർ ആയതുകൊണ്ട് നമ്മൾ ഇൻസൈഡും ഗ്രേ ലാമിനേഷനാണ്. ഔട്ട്സൈഡ് നമ്മുടെ ലാമിനേഷൻ ഒരു ബീച്ച് കളർ ആയതുകൊണ്ട് ഗോൾഡൻ ഫിനിഷ് പ്രൊഫൈൽ ഹാൻഡിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ നമ്മൾ മുമ്പോട്ടും പുറമോട്ടും നമ്മൾ പുഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാൻഡിൽ ഈ രീതിയിലാണ്. കുറച്ചും കൂടെ കംഫർട്ടബിൾ നമുക്ക് ഈ രീതിയിലായിരിക്കും ഹാൻഡിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്നത്. ഫുൾ ലെന്ത് ഓയിൽ പുള്ളറ്റാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇതിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സെക്കൻഡ് ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഓയിൽ പുൾ ഔട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 15 സെൻറ്റിമീറ്റർ ഇട്ടുള്ള സ്ലൈഡേഴ്സ് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെക്കുന്ന ബോട്ടിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറിഞ്ഞു പോകത്തില്ല. 60 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഹുഡും ഹോബിനും സ്പേസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 60 സെൻറ്റിമീറ്ററിൻ്റെ കട്ട്ലറിയാണ് ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമ്മളൊരു ഗ്രേ കളർ കട്ട്ലറി ട്രേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പേരെ ഉള്ളതായതുകൊണ്ട് ഇത് തന്നെ അവർക്ക് സഫീഷ്യൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഡിസൈനിൽ ഞങ്ങൾ 60 സെൻറ്റിമീറ്റർ കട്ട്ലറി ഫിക്സ് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഏരിയ ആണ് ഞങ്ങൾ സിങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സിങ്ക് ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണ്. ആക്ച്വലി ഇത് ബ്ലൂ സ്റ്റിക്കറാണ്. നമ്മൾ
ഇതിൻ്റെ വർക്ക് ഇപ്പം കൊടുത്തിട്ട് 3-4 ദിവസം ആയതേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. റിമൂവബിൾ സ്റ്റിക്കറാണ് ഇത്. ഒറിജിനൽ SS സിങ്കാണ് ഇതുള്ളത്. കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഒരു സിങ്ക് ഓക്കാണ് ഫിക്സ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വലിയ പാത്രമൊക്കെ പ്ലേറ്റ്സ് ഒക്കെ കഴുകുവാണെങ്കിൽ നമ്മൾ ചെറിയ സിങ്ക് ഓക്ക് ഇത്രയും ഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് തട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിൻഡോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമലി എല്ലാ കിച്ചണിലും എല്ലാവരും ലോങ് വിൻഡോയാണ് ഫിക്സ് ചെയ്യുന്നത്. ആ ലോങ് വിൻഡോ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റോറേജ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ വോൾട്ടയിൽ വരുന്ന ഈ ഭാഗങ്ങളാണ് കൂടുതലും അവിടെ നമ്മൾ മാക്സിമം ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു സ്ട്രക്ചറും സിവിൽ വർക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ലിൻഡൽ ബീമും കൊടുത്തിട്ടാണ് ഈ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കാണിച്ചിരിക്കുന്നത്. നോർമലി ഒരു വീടിൻ്റെ ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ ആകുമ്പം ഇവിടെയാണ് ലിൻഡൽ വരുന്നത്. ഈ ഭാഗത്ത് നമ്മുടെ വോൾ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലിൻഡൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടാണ് ഈ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോ വന്നിട്ട് UPVC ആണ്, സ്ലൈഡിംഗ് വിൻഡോ ആണ്. ഇതെല്ലാം സ്ലൈഡിംഗ് വിൻഡോ, 2 സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്മോൾ വിൻഡോ കൊടുക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം സിങ്കിൻ്റെ സൈഡിൽ ഇത് കണ്ടോ, ഇവിടെ ഞാനൊരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മുടെ സിങ്കിൻ്റെ ഇൻസൈഡൊക്കെ ആകുമ്പോഴത്തേക്ക് മോയ്സ്ചറിൻ്റെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് ആ ഒരു എയർ സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വെൻറ്റ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഏരിയ മാക്സിമം എയർ സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നീറ്റായിട്ടിരിക്കും. ഇതിൻ്റെയും ഇൻസൈഡ് എല്ലാം ഗ്രേ ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനും ലാമിനേറ്റ് ആയതുകൊണ്ട് ബെറ്റർ ആയിരിക്കും. വോളോ ആയിട്ട് ടച്ച് ചെയ്യുന്ന ഈ ഭാഗങ്ങളെല്ലാം കോമ്പോസിറ്റ് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് പാനൽ ഉദ്ദേശിക്കുന്നത് അലൂമിനിയം ഷീറ്റാണ്, അതും ഗ്രേ കളർ ഷീറ്റാണ്. സോ നമുക്ക് ആ വോളിൽ നിന്നുള്ള ഒരു മോയ്സ്ചറും നമ്മുടെ കിച്ചണിലോട്ട് വരത്തില്ല. അതുപോലെ ഇതിൻ്റെ ഹിഞ്ചസും പ്യുവർ SS ആണ്. ഇങ്ങനെയുള്ള ഹാർഡ്വെയർ എല്ലാം ഒറിജിനൽ SS തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം ഇതേ സെയിം ബ്രാൻഡിൽ SS കിട്ടും, കോട്ടഡും കിട്ടും. പക്ഷേ നമുക്ക് SS മാത്രമേ ഉപയോഗിക്കാവൂ. SS ഉപയോഗിച്ചുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് മാക്സിമം റെസ്റ്റ് ഇല്ലാതെ തന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ കിച്ചണിൻ്റെ കുറച്ച് ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ അപ്ലയൻസ് വന്നിട്ട് ഹാഫിലയുടെ ഹുഡാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലൈറ്റും നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ പ്രൊഫൈൽ ലൈറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചോക്ക് ചിലപ്പം കംപ്ലൈൻറ്റ് ആവാം. ഇത് നമ്മൾ വെച്ചേക്കുന്ന സാംസങ് എന്നൊരു ബ്രാൻഡാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചോക്ക് അവർ 2 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് എപ്പോഴും എന്തെങ്കിലും കാരണവശാൽ ഇത് ഫോൾട്ട് വന്നാൽ റിമൂവ് ചെയ്ത് നമുക്ക് ക്ലയൻറ്റിന് തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമ്മൾ ഇത് ആ രീതിയിലാണ് ഇതിൻ്റെ ചോക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ആയാൽ തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് തിരിച്ച് പുതിയത് ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ സാധാരണ നോർമലി കിച്ചൺ ബാക്ക് സ്പ്ലാഷ് ടൈൽ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ സൈഡ് വോളും നമ്മൾ ഫുൾ ടൈൽസാണ് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ മച്ച് ബെറ്റർ ആയിരിക്കും. ഈ ഒരു കോർണറിൽ ഒരു ക്രോക്കറി ഷെൽഫാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രോക്കറി എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ഫുള്ള് അലൂമിനിയമാണ്. താഴെ നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന സെയിം ലാമിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ ഇവിടെ വേറൊരു വുഡൻ സ്റ്റോറേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഇതിനെ മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിതും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനും എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഞങ്ങൾക്ക് ഓൺ ടൈം സർവീസ് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ബിക്കോസ് ഇതെല്ലാം എന്ത് സർവീസ് ചെയ്തിട്ടുള്ളതും നമ്മുടെ കമ്പനി തന്നെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സർവീസും ബാക്കിയുള്ള ആഫ്റ്റർ സർവീസ് എല്ലാം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാനൈറ്റ് ചേഞ്ച് ചെയ്തു, വോൾട്ടൈൽ ചേഞ്ച് ചെയ്തു, പുതിയ മോഡുലാർ കിച്ചൺ ഫിക്സ് ചെയ്തു, സിങ്ക് ഫിക്സ് ചെയ്തു, സിങ്കോക്ക് ഫിക്സ് ചെയ്തു, പുതിയ പ്ലംബിംഗ് ചെയ്തു, പെസ്റ്റ് എല്ലാം ചെയ്തു. കാരണം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പെസ്റ്റുമായിട്ട് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ മുറിയുടെ കംപ്ലീറ്റ് പെയിൻറ്റിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം നമ്മൾ പുതിയതായി എല്ലാ ഇലക്ട്രിക്കൽ പോയിന്റ്സും ചേഞ്ച് ചെയ്ത് പുതിയ പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പം ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ കിച്ചൺ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം മോഡുലാർ കിച്ചൺ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുമ്പം നമ്മളിപ്പോൾ വാളും ഗ്രാനൈറ്റും മോഡുലാർ കിച്ചൺ ചെയ്തതിന് ശേഷമാണ് ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. എപ്പോഴും ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വാളിലോട്ട് ഒരു 1 ഇഞ്ച് മിനിമം 1 ഇഞ്ചെങ്കിലും വാൾ കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് മാക്സിമം അകത്തോട്ട് കയറ്റുക. അത് മാത്രമല്ല ഈ വോൾട്ടൈൽ ഫിക്സ് ചെയ്യുമ്പം ഗ്രാനൈറ്റും വോൾട്ടൈലിൽ നിന്നും ഒരു മിനിമം 3 mm സ്പേസ് ഇട്ടിട്ട് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോക്സി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളം അകത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫുൾ ഗ്യാരണ്ടി നമ്മുടെ കിച്ചണിന് നമുക്ക് 100% കൊടുക്കാൻ പറ്റും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ ആയാലും ഗ്രാനൈറ്റ് ആണെങ്കിലും സിങ്ക് ഫിക്സിങ് ആണെങ്കിലും ഇനി എന്ത് കാര്യമാണെങ്കിലും എല്ലാ സർവീസും ആംസൺ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻ്റ് ഉണ്ട് ഇതിന് വേറെ പ്രോബ്ലംസ് വരത്തില്ല എന്നുള്ളത്.